بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وعن أبي يزيد معن بن يزيد بن الأخنس رضي الله عنه وهو وأبوه وجده صحابيون. മൂന്ന് സഹാബാക്കളാണ്. അബു യസീദ് മഅൻ ബിൻ യസീദ് ബിൻ അഖ്നസ്, മകനും വാപ്പയും വല്യപ്പയും, മൂന്നാൾക്കാരും സഹാബികളാണ്. അപ്പൊ മകൻ പറയാണ്, കാന അബി യസീദ് അഖ്റജ ദനാനീറ യതസദ്ദഖു ബിഹാ. എന്റെ പിതാവ് അബു യസീദ് കുറച്ച് ദീനാർ എടുത്തിട്ട് പുറപ്പെട്ടു. യതസദ്ദഖു ബിഹാ, അത് സദഖ ചെയ്യലാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഫവദഅഹ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദ്. അങ്ങനെ അദ്ദേഹം പോയി, പള്ളിയിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ ആ ദീനാർ അദ്ദേഹം വെച്ചു. സദഖ ചെയ്യാൻ അദ്ദേഹം എടുക്കാൻ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ചു. ഫജിഅ്തു ഫഅഖദ്തുഹ ഫഅതൈതുഹു ബിഹ. മകൻ പറയാണ്, മഅൻ, ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്തു, എന്റെ പിതാവ് വെച്ച ആ ദീനാറ് ഞാൻ എടുത്തു. ഫഅതൈതുഹു ബിഹ, ഞാൻ അതുമായിട്ട് എന്റെ പിതാവിന്റെ അടുക്കലേക്ക് വന്നു. മകനും ആവശ്യക്കാരനാണ്, അദ്ദേഹം സദഖ ചെയ്യാന്ന നിയത്തോടു കൂടിയാണ് ആ പള്ളിയിലുള്ള ആളടുക്കലേക്ക് വെച്ചത്. മകൻ വന്നിട്ട് അതെടുത്തു. എന്നിട്ട് മകൻ അതുമായിട്ട് ഉപ്പാന്റെ അടുക്കലേക്ക് പോയി. അപ്പൊ ഉപ്പ മകനോട് പറയാണ്, ഫഖാല വല്ലാഹി മാ ഇയ്യാക അറത്തു. അല്ലാഹുവാണ് സത്യം, ഈ സദഖ, ഈ ദീനാറ് ഞാൻ നിനക്ക് നൽകാനല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇന്ന വ്യക്തിക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഫഖാസംതുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മകനും പിതാവും തർക്കായി, സംസാരായി റസൂലിന്റെ അടുക്കലേക്ക് വന്നു പരാതിയായിട്ട്. അങ്ങനെ റസൂലിനോട് സംഭവം വിവരിച്ചു. അപ്പൊ പറയാണ്, ഞാന് ദീനാറ് സദഖ ചെയ്യാന്ന ലക്ഷ്യത്തോടു കൂടി പള്ളിയിലേക്ക് വന്നു. അത് പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ അടുക്കലേക്ക് ഞാൻ വെച്ചു. പക്ഷെ എന്റെ മകൻ മഅൻ എന്ത് ചെയ്തു, ആ സ്വത്ത് വന്ന് എടുത്തു. സദഖ എന്ന നിലയിൽ അവൻ എടുത്തു. ഞാൻ ഇവനല്ല സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇവനിക്ക് വേണ്ടി കൊടുക്കാനല്ല ഉദ്ദേശിച്ചത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക മാ നവൈത യാ യസീദ് വലക മാ അഖദ്ത യാ മഅൻ. അതാണ് നമ്മുടെ ഹദീസിന്റെ ഈ കിതാബിന്റെ ബാബുമായിട്ടുള്ള ബന്ധം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക മാ നവൈത യാ യസീദ്, അബു യസീദ്, നീ ദീനാർ കൊണ്ട് സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചു, നീ എന്താണോ നീയത്ത് വെച്ചത് അത് നിനക്ക് കിട്ടും, അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും. വലക മാ അഖദ്ത യാ മഅൻ, മഅൻ, നീ എന്ത് സ്വത്താണ് എടുത്തത് അത് സ്വത്ത് നിനക്കും കിട്ടും. അദ്ദേഹം സദഖ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അദ്ദേഹം ഇന്ന വേറൊരു വ്യക്തിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ എടുത്ത് കിട്ടിയത് ആർക്കാണ്? സ്വന്തം മകനാണ്, സ്വന്തം മകനാണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ നീയത്ത് അവിടെ, അതാണ് പ്രാധാന്യം. നമ്മൾ നീയത്ത് വെച്ച് കൊടുത്തു, പക്ഷെ ഇത് കിട്ടിയ വേറെ മകനാണ് കിട്ടിയതെങ്കിലും നമ്മുടെ നീയത്തുണ്ട്. ആ നീയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, നീ എന്താണോ നീയത്താക്കിയത് അത് നിനക്ക് നാളെ ആഖിറത്തിലുണ്ട്. സമ്പത്ത് ആർക്ക് കിട്ടിയാലും നിന്റെ നീയത്ത് അനുസരിച്ച് പ്രതിഫലം നാളെ ആഖിറത്തിലുണ്ട്. അതാണ് നമ്മുടെ ഭാവമായിട്ടുള്ള ബന്ധം. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആർക്ക് കിട്ടുന്നു, എത്ര കിട്ടുന്നു, കൊടുക്കുന്നു എന്നല്ല, മറിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നീയത്ത് എന്തായിരുന്നു, അതാണ് പ്രധാനം. ആ നീയത്ത് അനുസരിച്ചാണ് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുക. ഒരാൾ കുറേ കൊടുത്തു, പക്ഷെ നീയത്ത് ശരിയല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, 2 രൂപ അല്ലെങ്കിൽ 5 റുപ്യ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നീയത്ത് ഉണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ അത് വലിയ പ്രതിഫലമായിട്ട് കാണാൻ കഴിയും. അതാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത ഹദീസ് കുറച്ച് വലിയ ഹദീസാണ്, പക്ഷെ അത് നമുക്ക് നാളെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.